ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വന്നിട്ടുള്ളത് മക്രോണി പോളാട്ടാ, മക്രോണി കേക്ക് എന്നൊക്കെ പറയും. സിമ്പിളാണ്, എന്നാലും വളരെ ടേസ്റ്റി ഒരു സ്നാക്സായിട്ടും ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാനൊക്കെ പറ്റിയൊരു അടിപൊളി വിഭവമാണ്. ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം നമുക്ക് കേട്ടോ. ഇതിന് വേണ്ടത് മക്രോണിയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു മക്രോണി ഒരു ബൗൾ നിറച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ട ക്വാണ്ടിറ്റിയിൽ എടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കട്ടെ. നല്ലത് കഴുകിയിരിക്കാണ്ട് വെക്കുക. അതിന് ശേഷം കുറച്ച് വെള്ളം, അധികം വെള്ളം വെച്ചിട്ട് എന്ത് ചെയ്യാം, അതിലേക്ക് പാകത്തെ ഉപ്പും കുറച്ച് ഓയിലും ഒഴിച്ചിട്ട് എന്ത് ചെയ്യുക, നല്ലതുപോലെ തിളപ്പിക്കുക. തിളച്ചേക്ക് ഈ ഒരു മക്രോണി ഇട്ട് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കും. അതോടെ വേവട്ടെ. അപ്പോൾ നമുക്ക് ഇത് മറ്റുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുക. അതിലേക്ക് വേണ്ടത് ഞാൻ ക്യാപ്സിക്കൻ്റെ കൈക്കുണ്ടായപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്. അതേപോലെ സവാള, പച്ചമുളക്, ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇറച്ചിയാണ് കേട്ടോ, ചിക്കൻ എൻ്റെ കയ്യിൽ ഉണ്ടായപ്പോൾ എടുത്തതെന്നുള്ളൂ. എല്ലില്ലാത്ത ഇറച്ചിയാണ് എടുത്തിട്ടുള്ളത്. എന്നാൽ ചിക്കൻ പൊരിച്ചപ്പോൾ 2 പീസ് ഇതേപോലെ വെച്ചതാണ്. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടാച്ചിട്ടാ, അപ്പോഴാണ് ഈ ഒരു ഐഡിയ വന്നത് മനസ്സിലേക്ക്. ഇത് വേണ്ടതൊന്ന് ഇതൊന്ന് കായം ചേർത്ത് വെക്കുക. അതിന് വേണ്ടത് കുറച്ച് ചിക്കൻ മസാല എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ എരിവില്ലാത്ത മുളക് പൊടി കേട്ടോ. പിന്നെ മഞ്ഞൾ, കളറൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യുക. ഞാൻ ഇപ്പോൾ ഇതിടണില്ല കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഒരു നുള്ള നാരങ്ങ നീരും. ഇതൊക്കെ ഒരു പുളി വേണമല്ലോ. തക്കാളി ഉപയോഗിക്കണില്ല, അതിന് പകരം തക്കാളി സോസാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തക്കാളി ഉപയോഗിക്കാം കേട്ടോ. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇത് കുറേ നേരം വെക്കണമൊന്നുമില്ല, ഞാനിപ്പോൾ തന്നെ അത് ഫ്രൈ ചെയ്തെടുക്കട്ടെ. കുറച്ച് എന്താ പറയുക, പാനിലേക്കൊന്ന് വെളിച്ചെണ്ണ അല്ല ഞാനിപ്പോൾ ഒഴിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിൽ എടുക്കുക. വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറും. അല്ലെങ്കിൽ ഒലീവ് ഒക്കെ എടുക്കട്ടെ. ഒലീവ് ഓയിലൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ചെയ്യാം. അപ്പോൾ ഒന്നുകൂടെ ഹെൽത്തി ആയല്ലോ. നല്ലതുപോലെ ചിക്കി ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ചെറിയ പീസാക്കി അരിഞ്ഞെടുത്തതല്ലേ, അത് പെട്ടെന്ന് കുക്കായി കിട്ടും ചെയ്യും. അപ്പോൾ ഒന്ന് നല്ലതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇളക്കി മറിച്ച് കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഓൾറെഡി കുറച്ചൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് മാറ്റി വെക്കണം കേട്ടോ. ഇനി ഉരുളക്കിഴങ്ങ് ഞാൻ എടുത്ത് വെച്ചില്ലേ, അതൊന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഏതൊരു പതിയെ കട്ട് ചെയ്യട്ടെ. അതിന് ചെറുതാക്കി വേണമെങ്കിൽ ചെറുതാക്കി കട്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു നീളത്തിലൊരു നമ്മൾ ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഉണ്ടാക്കുമല്ലോ, ആ ഒരു രൂപത്തിലാണ് കട്ട് ചെയ്താൽ വിചാരിച്ചിട്ട് അതാ അങ്ങനെ ഒരു കട്ടി കുറച്ചിട്ടൊന്ന് അരിഞ്ഞ് വെക്കട്ടെ. അപ്പോൾ എന്തായാലും ഇറച്ചി ഇവിടെ വന്നിട്ടുണ്ട്, അതൊന്ന് മാറ്റി വെക്കട്ടെ കേട്ടോ. എന്നതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ഉരുളക്കിഴങ്ങിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഒരു ഇത്തിരി ചെറുനാരങ്ങ നീരും തേച്ചിട്ട് എന്ത് ചെയ്യുക, ഒന്നിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കുക കേട്ടോ. ഇതും വെക്കണില്ല, അതിപ്പോൾ തന്നെ ഉണ്ട് ഫ്രൈ ആക്കി എടുക്കണം ആ വെളിച്ചെണ്ണയിൽ തന്നെ, അല്ല ആ ഓയിൽ തന്നെ. നമ്മൾ ചിക്കൻ പൊരിച്ച ആ ഓയിലുണ്ടല്ലോ, അതിലേക്ക് ഒരു ഇത്തിരി ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തിട്ട് ഉണ്ട് പൊരിച്ചെടുക്കുക. അത്യാവശ്യം ഓയിലുണ്ട്, അപ്പോൾ ഞാൻ അത് തന്നെ ഉണ്ട് ഫ്രൈ ആക്കി എടുക്കണം. മൂടി വെച്ച് വയ്ക്കുമ്പോൾ അത്ര ഓയിലിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഞാൻ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് വേവട്ടെ. ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇടയ്ക്കൊന്ന് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി കിട്ടിക്കോളും. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ഒത്തിരി ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ എടുക്കേണ്ടി വരും. പിന്നെ ആ ഓയിൽ വേസ്റ്റ് ആവുമല്ലോ, പിന്നെ നമ്മൾ ഉപയോഗിക്കുമല്ലോ ഓയിൽ. അതിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടട്ടെ. 3/4 ഭാഗം എന്തായാലും മതി, കാരണം ഇനി നമ്മളിതൊക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ കുക്ക് ചെയ്യും കേട്ടോ. ഇതിൻ്റെ വേവട്ടെ. ഇപ്പോൾ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്, ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അധികം ഒന്നും എടുക്കണ്ട. ഒന്നൊരു പാത്രത്തേക്ക് ഒന്ന് കോരി മാറ്റട്ടോ. കോരിയിട്ടിട്ട് കിട്ടുന്നില്ല, ഇനി വേറൊരു കോരി മാറ്റിയെടുത്തിട്ടുണ്ട്. അധികം സ്റ്റീൽ ഉപയോഗിക്കാതിരിക്കും ഞാനിങ്ങനെ പാനിലേക്കൊക്കെ, അതുകൊണ്ട് തന്നെ കോരാൻ ശ്രമിച്ച കേട്ടോ, കിട്ടിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു മസാല എണ്ണൊക്കെ തന്നെ ഉണ്ടായിക്കോട്ടെ.
ഇതുകൊണ്ട് കോരി ചൂടാറാൻ വെക്കണം കേട്ടോ. മസാലയൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ചൂടാറാൻ വെക്കണം. മക്രോണി കേക്ക് ഉണ്ടാക്കണ്ടേ, പോള ഉണ്ടാക്കണ്ടേ, അതിനൊക്കെ ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. എനിക്ക് കുറച്ച് ഓയിലിൻ്റെ കുറവുണ്ടായിരുന്നു, അപ്പോൾ കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ സവാള കണ്ടില്ലേ, അത് ഞാൻ ചോപ്പറിട്ടിട്ട് ചോപ്പ് ചെയ്തെടുത്തേക്കാണ് കേട്ടോ. ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞെടുത്താലും മതി. ഞാൻ ഇപ്പോൾ അങ്ങനെ ചോപ്പ് ചെയ്തെടുത്തേക്കാണ് പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് കേട്ടോ. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതാ ഒരു ചുവപ്പ് കളർ വരുന്നത് നേരത്തെ ചിക്കനും അതേപോലെ ഉരുളക്കിഴങ്ങൊക്കെ പൊരിച്ച വെളിച്ചെണ്ണ ആവുകൊണ്ടാണ്, ഓയിലാവുകൊണ്ടാണ് കേട്ടോ. പിന്നെ പച്ചമുളക് ഒന്ന് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് ഇട്ടത്. എരിവ് പാകത്തിന് നോക്കിയിട്ടാൽ മതി കേട്ടോ. ഞാൻ 3 എടുത്തിരുന്നു, പക്ഷേ 2 വെച്ചുള്ളൂ ഇതിലേക്ക് ഇടാൻ കേട്ടോ. പക്ഷേ അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകായിരുന്നു. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഈ മസാലയ്ക്കുള്ള ഉപ്പുകൾ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കാരണം ഓൾറെഡി മറ്റിലൊക്കെ നമ്മൾ ഉപ്പിട്ട് ചേർത്ത് വെച്ചതാണ്. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഏറ്റവും നല്ലത്. എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ കുത്തി ചതക്കി ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പേസ്റ്റ് ആകുമ്പോൾ അരിഞ്ഞ് പൊയ്ക്കോളും, കടിക്കൊന്നുമില്ല. അതൊന്നും കടിക്കാൻ ഇല്ലാത്തൊരു ഇതാണ്. അതേപോലെ തന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട്, നല്ലതുപോലെ കഴുകി ക്ലീൻ ചെയ്തിട്ട് ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ വലുതായി കടിക്കണ്ട, ഇതൊക്കെ എന്താ പറയുക, കൂട്ടത്തിൽ കൂടെ കഴിച്ച് പൊയ്ക്കോളും. അതേപോലെ മല്ലിച്ചപ്പും പുതിന ഇല ഇട്ടാ ഇതുപോലെ ചെറുതാക്കി എരിഞ്ഞ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഈ ഒരു കൂട്ടിലേക്കും കൂടെ. കാരണം നമ്മൾ ചിക്കനൊക്കെ വെച്ചുണ്ടാക്കുമ്പോൾ അത് ചിക്കൻ്റെ ഫ്ലേവർ ഉണ്ടായിക്കോട്ടെ വെച്ചിട്ടാണ്. മാഗി ക്യൂബ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ ടൈമിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പ് നോക്കണം കേട്ടോ ഇടുമ്പോൾ. നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള മല്ലിച്ചപ്പും കറിവേപ്പിലയും ഒക്കെ ഒരു കുറച്ച് അതിലേക്ക് ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ലൊരു മണം വരും കേട്ടോ. അങ്ങനെയൊക്കെ ഇട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളി അതേപോലെ ഈ കറിവേപ്പിലയും ഇതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ശരിക്കും സമൂസേൻ്റെ ഒക്കെ ഒരു മണം വരുന്നുണ്ട്. ഒന്ന് ചൂടാറാൻ വെക്കുക കേട്ടോ. എന്നതിന് ശേഷം നമ്മൾ പാസ്ത അതായത് മക്രോണി ഇവിടെ ചൂടാറിയിട്ടുണ്ട്. പിന്നെ വേണ്ടത് മുട്ടയാണ്. ഇതിലേക്ക് ഒരു 5 മുട്ട എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അതിനുവേണ്ടി ഞാൻ മിക്സിൻ്റെ ഒരു ബൗൾ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് മിക്സ് ചെയ്യാൻ. പിന്നെ കുറച്ച് പാൽ കേട്ടോ, പാലൊഴിച്ച് കൊടുക്കുക. അതേപോലെ കുറച്ച് കുരുമുളകിൻ്റെ പൊടി കേട്ടോ, ഒരു 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ വേണ്ടതാണ് തക്കാളി സോസ്. ഞാൻ പറഞ്ഞ നേരത്തെ തക്കാളി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഉള്ളിയും തക്കാളിയും കൂടെ വാട്ടി വെക്കുക. എല്ലാ സോസാണെങ്കിൽ ഇതേപോലെ ഒന്ന് മിക്സിയിലിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക കേട്ടോ. ഒരു 3 ടീസ്പൂണ് ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. 3 ടേബിൾ സ്പൂണ് തക്കാളി സോസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ്, പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ബാക്കി ഇതുണ്ടല്ലോ അതൊന്നിൽ കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. ഇനി ഇതിക്ക് നമ്മൾ ഗോതമ്പപ്പൊടി ചേർക്കുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കുക. ഉണ്ടോ, ഇതേപോലെ വന്നിട്ടുണ്ട്. പിന്നെ അത് 1 ടീസ്പൂൺ കേട്ടോ, 1 ടേബിൾ സ്പൂണ് ഗോതമ്പിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മൈദ ആണെങ്കിൽ കുഴപ്പമില്ല. ഞാൻ എൻ്റെ അടുത്ത് ഗോതമ്പ് പൊടി ഉണ്ടായപ്പോൾ ഞാൻ അത് ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഒന്ന് നല്ലൊന്ന് കറക്കിയെടുക്കുക, കട്ടൊക്കെ ഒന്ന് അടിച്ചെടുക്കുക. ഇതിങ്ങനെ ചെയ്യുന്നത് നമുക്കൊരു ബാറ്ററി തയ്യാറാക്കാനുള്ളതാണ് കേട്ടോ. ഇനി ഇതൊരു ബൗളിലേക്ക് നമുക്കൊന്ന് ചെയ്യാം, ഈ ഒരു ബാറ്ററി ഒഴിച്ച് കൊടുക്കുക. പാലും മുട്ടയും മൈദ അല്ലെന്നുണ്ടെങ്കിൽ ഗോതമ്പത്തിൻ്റെ പൊടി കേട്ടോ. ഇതൊക്കെ ചൂടാറിയിട്ടുണ്ട്. എല്ലാം ചൂടാറിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇതിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ ഒരു കൂട്ട് ഇതിലേക്ക് വേണമെങ്കിൽ തക്കാളി ഞാൻ പറഞ്ഞില്ല, തക്കാളിയൊക്കെ ചേർത്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉള്ളി തക്കാളിയൊക്കെ വഴറ്റിയിട്ട് ഇതേപോലെ ഉണ്ടാക്കാം കേട്ടോ. തക്കാളി സോസ് ഉണ്ടായപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തെന്നുള്ളൂ. പിന്നെ ഇതിൽ നിന്ന് കുറച്ച് ഉരുളക്കിഴങ്ങ് ഫ്രൈ ആക്കിയതും ഇതിൽ ഇട്ട് കൊടുക്കുക. ഒക്കെ ചൂടാറിയിക്കണം കേട്ടോ. തണുത്തതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. കാരണം നമ്മൾ മുട്ടൻ്റെ മിക്സാണ്. അപ്പോൾ ഇത് പെട്ടെന്നുണ്ട് ഇതായി പോകും. അതേപോലെ ഇറച്ചി ഫ്രൈ ആക്കിയതും ഇട്ട് കൊടുക്കട്ടോ. ബീഫൊക്കെ കഴിക്കണവർക്കാണെങ്കിൽ ബീഫൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കുക. അതിനുശേഷം ആ മക്രോണീൻ്റെ ആ കൂട്ടുണ്ടല്ലോ, ഇന്നത്തെ ശേഷം മക്രോണി അത് ഇതിൽക്കിട്ട് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇതിൽ വെള്ളം നനവ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും മുട കലക്കിങ്ങണ്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ പാകത്തിന് കിട്ടിയിട്ടുണ്ട്.
അപ്പം ഞാൻ ഈ പാനം ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ. അത് ഉണ്ടാക്കുന്ന പാനം ചൂടാക്കിയിട്ടുണ്ട്. അതിൽ കുറച്ച് നെയ്യിട്ടിട്ട് ഒന്ന് എല്ലായിടത്തേക്ക് ഒന്നുകൊണ്ട് സ്പ്രെഡാക്കി കൊടുക്കുക. എല്ലാ അരിവും ഒന്ന് നോൺ സ്റ്റിക്കാണ് എങ്കിലും ഒന്ന് നെയ്യിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടാകുമ്പോൾ അടിപൊളി ടേസ്റ്റാണല്ലോ. അപ്പോൾ ഒരു എടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം ഇതിലേക്ക് അത് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഓവർ ചൂടൊന്നുമില്ല, അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കംപ്ലീറ്റ് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിങ്ങനെ ഹോളൊക്കെ ആയി എടുക്കണ്ട. എന്നതിന് ശേഷം ഗ്യാസ് ഓണാക്കിയിട്ട് സിമ്മിലിട്ടിട്ട് വേവിക്കുക കേട്ടോ. ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് ഇരിക്കട്ടെ. അതിന് ശേഷം ഈ ക്യാപ്സിക്കം ഉണ്ടല്ലോ, അതൊന്ന് ഡെക്കറേഷൻ ചെയ്ത് വെക്കാനാണ്. അതിലേക്ക് 2 മുട്ട എന്ത് ചെയ്യുക, ഒന്ന് കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒരു സ്പൂണിട്ട് ഒന്ന് ഇളക്കിയെടുത്താൽ മതി. അതിന് ശേഷം മൂടി തുറന്നിട്ട് നേരത്തെ ക്യാപ്സിക്കം കാണിച്ചു തരുന്നല്ലോ, ആ ക്യാപ്സിക്കം ഇതിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്, റൗണ്ടാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 3 പീസ് ആക്കിയിട്ടുള്ളൂ. 3 4 എത്ര പീസ് വേണമെങ്കിലും വെച്ച് കൊടുക്കുക കേട്ടോ. ഇതേപോലെ ഒന്ന് അമർത്തി വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ചിക്കൻ്റെ ബാക്കി ഉണ്ടല്ലോ, ആ ഒരു പീസ് ഇതിലേക്ക് എന്ത് ചെയ്യുക, നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, വെച്ച് കൊടുക്കുക കേട്ടോ. ബാക്കിയുള്ള ഭാഗത്ത് ആ ഉരുളക്കിഴങ്ങിൻ്റെതും വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെക്കണമെന്നില്ല, ഞാനിങ്ങനെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെച്ചെന്നുള്ളൂ കേട്ടോ. പിന്നെ ആ മുട്ടൻ്റെ മിക്സിൽ നിന്ന് എന്താ പറയുക, ഹോളിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അബദ്ധം പറ്റി, അത് താഴത്തേക്ക് എന്താ പറയുക ഇറങ്ങിപ്പോയി. ഞാൻ അതിലുള്ള ഇങ്ങനെ ഡെക്കറേഷനായി നിൽക്കുമെന്ന് വിചാരിച്ചു. ഒന്നും കൂടെ ചൂടാവേണ്ടിയെന്ന് തുറന്ന് നോക്കിയപ്പോൾ അതൊക്കെ അടിയിൽ പോയിട്ടുണ്ട്. കുഴപ്പമില്ല. ഒരു 20 മിനിറ്റ് കേട്ടോ. 20 മിനിറ്റ് ചെറിയ സിമ്മിൽ വെച്ചിട്ടുണ്ട്. എടുത്ത് നോക്കിയപ്പോൾ ശരി 2 ഭാഗം ഇങ്ങനെ ഒരു ഡാർക്ക് ആയിട്ടുണ്ട്. കുറച്ച് കൂടി പോയി. ഇത്ര ആവണ്ടെന്നുണ്ടെങ്കിൽ ഒന്നിക്കും നേരത്തെ എടുക്കട്ടെ. ഒരു 18 മിനിറ്റൊക്കെ മതിയാവും. ഒരു പാത്രത്തിൽ കൂട്ടിയിട്ടുണ്ട്. നല്ല ചൂടാണ്, ശ്രദ്ധിക്കണം കൈ പൊള്ളാതെ. അപ്പോൾ നമ്മുടെ അടിപൊളി മക്രോണി പോള ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒന്ന് വൈകുന്നേരമൊക്കെ വരുമ്പോൾ സർപ്രൈസ് എന്താ പറയുക, ഒരു ആകാംക്ഷ ഉണ്ടാവും എന്താണെന്ന് സ്നാക്സ് എന്നുള്ളതൊക്കെ അല്ലേ. അപ്പോൾ സസ്പെൻസ് ആക്കിയിട്ടൊക്കെ നമുക്കത് കൊടുക്കാൻ പറ്റും കുട്ടികൾക്ക് കേട്ടോ. സ്കൂൾക്ക് കൊടുത്തിടാൻ പറ്റും. ഓഫീസിലേക്ക് പോകുമ്പോഴൊക്കെ നമുക്ക് പെട്ടെന്നൊക്കെ തയ്യാറാക്കാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായി കഴിക്കാൻ പറ്റും. എല്ലാം കഴിക്കാൻ പറ്റുന്ന സംഭവമാണ്. അടിപൊളി ടേസ്റ്റാണ്. ഇറാനി പോളൻ്റെ ഒക്കെ ഒരു വെറൈറ്റിയാണ് മക്രോണി പോള. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതൊക്കെ എന്താ പറയുക, പരസ്പരം അങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് കുറവാണ്, ഇപ്പോൾ പുതിയതായിട്ട് വന്നതാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.